ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിസ്മയ്ക്ക് വേണ്ടി താൻ ഒരിക്കലും പാടില്ലെന്ന് പറഞ്ഞു പോകുന്ന ശ്യാമയാണ്. ഉടൻ തന്നെ അരുന്ധതി തൻ്റെ ആളുകളെ വിളിച്ചു പറയുകയും എല്ലാവരും കൂടി പെട്ടെന്ന് വരാൻ പറയുകയും ചെയ്യുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അരുന്ധതിയുടെ ആളുകൾ ശ്യാമയുടെ വീടിൻ്റെ തിണ്ണയിലിരുന്ന് മദ്യപിക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ദേവകിയും ജയന്തിയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ ആരാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ? ദേവകിയും ജയന്തിയും കൂടി പറയുമ്പോൾ അങ്ങോട്ടേക്ക് അരുന്ധതിയും വിസ്മയും കൂടി വരികയാണ്. തുടർന്ന് അരുന്ധതി പറയുകയാണ്, ഇത് എൻ്റെ വീടാ, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? തുടർന്ന് അരുന്ധതി പറയുന്നത് പ്രകാരം അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിയാൻ തുടങ്ങുകയാണ് ആ ഗുണ്ടകള്. ഒടുവിൽ ഒരു കൃഷ്ണവിഗ്രഹം എടുത്ത് ദൂരേക്ക് എറിയാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ശ്യാമ വന്ന് അവരുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തുകയാണ്. ഇതിൽ ദേഷ്യം വരുന്ന ഒരു ഗുണ്ട ശ്യാമയെ തല്ലാനായി കൈയൊങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന അഖില് അവരെയെല്ലാം അടിച്ചു വീഴ്ത്തുകയാണ്. തുടർന്ന് അരുന്ധതിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അഖില് പറയുകയാണ്, ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നൊന്നും കരുതി നിൽക്കരുത്. മര്യാദയ്ക്ക് ഇവറ്റകളെയും കൂട്ടിക്കൊണ്ട് പൊക്കോ, അല്ലെങ്കിൽ അമ്മയുടെ മോളുടെയും തടി കേടാകുവേ. ഇനി മേലാൽ ഇമാതിരി പരിപാടികൾക്കൊന്നും ഇറങ്ങരുതെന്നും അഖില് പറയുമ്പോൾ പേടിയോടെ അവിടെ നിന്ന് പോവുകയാണ് അരുന്ധതിയും വിസ്മയും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. ശ്യാമ തനിക്ക് വേണ്ടി ഇനി ഒരിക്കലും പാട്ടുപാടാൻ വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് വിസ്മയ. മമ്മിയെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ് വിസ്മയ കരയുമ്പോൾ അരുന്ധതിയുടെ ഫോണിലേക്ക് ആനന്ദവർമ്മ വിളിക്കുകയാണ്. വന്ന് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അവരുടെ ഒരു എഗ്രിമെന്റ് ശ്യാമ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാത്തത്. ആൾമാറാട്ടം, വഞ്ചനാ കുറ്റം, ഇപ്പോ വീട്ടിൽ കയറി ശല്യം ചെയ്യല് എല്ലാം കൂടി കൂട്ടിയാലേ നല്ലൊരു വലിയ കേസ് തന്നെയാകും നിങ്ങളുടെ തലയിൽ വന്ന് വീഴാൻ പോകുന്നത്. അമ്മയ്ക്കും മോക്കും ഇങ്ങനെ നാണമില്ലല്ലോ. ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങിയാല് നിങ്ങളുടെ മകളുണ്ടല്ലോ വിസ്മയ, അവളൊരു ഗായികയല്ലെന്ന് ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. പിന്നെ അവളുടെ ആരാധകർ തന്നെ മതി അവളുടെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാൻ. ഇത് കേൾക്കുന്ന അരുന്ധതിയും വിസ്മയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് അരുന്ധതിയെ നോക്കി വിസ്മയ പറയുകയാണ്, അപ്പോ ഇനി മമ്മിയെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ലത്രേ അല്ലേ? അത്രയും പറഞ്ഞ് വിഷമത്തോടെ വിസ്മയ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്റ്റുഡിയോയിൽ നിന്നും വിസ്മയെ പിക്ക് ചെയ്യാൻ വേണ്ടി ആള് വന്നിരിക്കുന്നതാണ്. മോള് റെഡിയായിട്ടില്ലെന്നും നിങ്ങൾ പോയിക്കോളാനും അരുന്ധതി അയാളോട് പറയുമ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞതെന്ന് അയാൾ പറയുന്നു. ഞങ്ങൾക്ക് കാറുണ്ട്, ഞങ്ങളതീ വന്നോളാമെന്ന് പറഞ്ഞ് അരുന്ധതി അയാളെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് അരുന്ധതി വിസ്മയുടെ മുറിയിലേക്ക് ചെന്ന് കതകിൽ തട്ടുകയാണ്. കതക് തുറന്നു ചെല്ലുന്ന അരുന്ധതി കാണുന്നത് ബോധരഹിതയായി കിടക്കുന്ന വിസ്മയെയാണ്. മോളെ എഴുന്നേക്ക്, ഇപ്പോഴാണോ ഉറങ്ങുന്നത്? സ്റ്റുഡിയോയിൽ നിന്ന് ആള് വന്നിരിക്കുകയാണ്. എഴുന്നേൽക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി വിസ്മയെ തട്ടുന്നുണ്ടെങ്കിലും വിസ്മയ്ക്ക് യാതൊരുവിധ അനക്കവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അരുന്ധതി വിസ്മയുടെ കൈ ശ്രദ്ധിക്കുന്നത്. വിസ്മയ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരുന്ധതി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. തന്റെ മകളുടെ ജീവന് വേണ്ടി കാവൽ നിൽക്കുകയാണ് അരുന്ധതി. അതേസമയം അരുന്ധതിയുടെ പിടിയിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയതിന് കണ്ണനോട് നന്ദി പറയുകയാണ് ശ്യാമ. തുടർന്ന് അരുന്ധതി ദേഷ്യത്തോടെ ശ്യാമയെ വിളിക്കുകയാണ്. നീ കാരണമാ എന്റെ മോൾക്കിപ്പോ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. എന്റെ മോള് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാണ്. എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാ നീ നോക്കിയിരുന്നോ? നിന്റെ അഖിലുണ്ടല്ലോ, അവനെ ഞാൻ എന്താണെങ്കിലും വെറുതെ വിടാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതാണ്. ശ്യാമ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കുറച്ച് കഴിയുമ്പോൾ വിസ്മയക്ക് ബോധം വരുന്നു. തുടർന്ന് അരുന്ധതി വിസ്മയെ പിടിച്ച് ചാരിയിരുത്തുകയാണ്. സമനില തെറ്റിയവരെ പോലെ അരുന്ധതിയെയും ശ്യാമയും നോക്കുകയാണ് വിസ്മയ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.